السلام عليكم ورحمة الله تعالى وبركاته. الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله وأرسله إلى الناس كافة بشيرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا. اللهم صل على سيدنا محمد وعلى آله وصحابه البرة الكرام. أما بعد فيا أيها الناس أوصيكم عباد الله وإياي أولا بتقوى الله. فافعلوا ما أمركم الله وانتهوا عما نهاكم الله. قال الله سبحانه وتعالى في محكم تنزيله: أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. الذي خلقني فهو يهدين والذي هو يطعمني ويسقين وإذا مرضت فهو يشفين والذي يميتني ثم يحيين والذي أطعم أن يغفر لي خطيئتي يوم الدين. صدق الله العظيم. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. وما توفيقي إلا بالله عليه توكلت وإليه أنيب. സ്നേഹവും ബഹുമാനവുമുള്ള സത്യവിശ്വാസികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പരമകാരുണ്യകനും ദയാലുവുമായ റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ പവിത്രവും പരിഭാവനവുമാകുന്ന ഈ മസ്ജിദിൽ അല്ലാഹു നമ്മെ ഒരുമിച്ച് കൂട്ടിയതുപോലെ റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ ഇഷ്ടദാസന്മാർക്ക് വേണ്ടി തയ്യാർ ചെയ്തു വെച്ചിരിക്കുന്ന സ്വർഗീയ ആരാമങ്ങളിൽ അല്ലാഹു നാം ഏവരെയും ഇതുപോലെ ഇപ്രകാരം അല്ലാഹു ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും സംഭവിച്ചു പോയിട്ടുള്ള ചെറുതും വലുതുമായ സർവ്വ അപരാധങ്ങളെയും തെറ്റുകുറ്റങ്ങളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ വിശാലമായ കരുണയുടെ പേരിൽ അല്ലാഹു നാം ഏവർക്കും വിട്ടുപുറത്ത് മാപ്പ് നൽകുമാറാകട്ടെ. ശേഷിക്കുന്ന ജീവിതം അല്ലാഹുവിന്റെ തൃപ്തിയിലായി പൊരുത്തത്തിലായി ജീവിക്കുവാനും അവസാനമായി ഈ നശ്വരവും നൈമിഷവുമാകുന്ന ദുനിയാവിൽ നിന്നും വിട പറയുന്ന സന്ദർഭം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന പരിശുദ്ധ കലിമ ചൊല്ലി
പൂർണ്ണ മുഅ്മിനായി സ്വർഗീയ അവകാശികളിൽ ഉൾപ്പെട്ട് മരണപ്പെടുവാനുള്ള സൗഭാഗ്യം അല്ലാഹു നാം ഏവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. ഈമാനില്ലാതെയുള്ള മരണങ്ങളിൽ നിന്ന് പടച്ച തമ്പുരാൻ നാം ഏവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നാം ഉൾപ്പെടെ ഒരുപാട് മനുഷ്യർ ഒരുപാട് പ്രയാസങ്ങളിലായി, രോഗങ്ങളിലായി, കടബാധ്യതകളിലായി, അങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത പ്രയാസങ്ങളിൽ, പ്രതിസന്ധികളിലൊക്കെ കഴിയുന്നവർക്ക് അല്ലാഹു സലാമത്തും ശിഫായും എല്ലാവിധ ഖൈറും നിഅമത്തുകളും അല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. വിശിഷ്യ ഗാസയിലെ നമ്മുടെ സഹോദരങ്ങൾ അവർ തേടുകയാണ്, വിറങ്ങലിക്കുകയാണ്, ഭയപ്പാടിലാണ്. അല്ലാഹു തആല അവർക്കൊക്കെ നിർഭയത്വവും ശാന്തിയും സമാധാനവും പ്രദാനം ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ, ബഹുമാനികളെ, കഴിവിൻ്റെ പരമാവധി അല്ലാഹുവിൻ്റെ ദീനനുസരിച്ച് ജീവിക്കുവാൻ വേണ്ടി പരിശ്രമിക്കണമേ എന്ന് നിങ്ങളിൽ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, ഉദ്ബോധിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരാശിക്ക് ഒട്ടനവധി നിഅമത്തുകളും അനുഗ്രഹങ്ങളും പ്രദാനം ചെയ്തിട്ടുണ്ട്. അല്ലാഹു ചെയ്ത അനുഗ്രഹങ്ങളിൽ, നമുക്ക് അല്ലാഹു നൽകിയ അനുഗ്രഹങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട അനുഗ്രഹം ഏതാണ്? നമുക്ക് എണ്ണിയാൽ തിട്ടപ്പെടുത്താൻ കഴിയാത്ത അനുഗ്രഹങ്ങളും നിഅമത്തുകളും അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്തിട്ടുണ്ട്. പക്ഷെ അല്ലാഹു നമുക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹം എന്താണ്? ഹിദായത്താണ്, സന്മാർഗമാണ്. കാരണം മനുഷ്യരാണ്, ചിലപ്പോൾ തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചേക്കാം. മരണാനന്തരം പുനരാരംഭിക്കുന്ന ജീവിതത്തിൽ അല്ലാഹുവിൻ്റെ മുമ്പിൽ മോക്ഷവും രക്ഷയും ലഭിക്കുന്നത് ഹിദായത്തുള്ളവർക്കാണ്. അല്ലാഹു പ്രത്യേകമായി സെലക്ട് ചെയ്ത്, അല്ലാഹു പ്രത്യേകമായി തിരഞ്ഞെടുത്ത ഒരു വിഭാഗമാണ് ഹിദായത്ത്, ഹിദായത്തിൻ്റെ ആ അഖിലുകാർ. അതുകൊണ്ട് എപ്പോഴും നമ്മൾ അല്ലാഹുവിനോട് ദുആ ചെയ്യുമ്പോൾ, അല്ലാഹുവേ, നീ നൽകിയ ഈ ഹിദായത്ത്, ഈ സന്മാർഗം, ഇതിൽ ഉറച്ചു നിൽക്കാനുള്ള തൗഫീഖ് നീ നൽകണമേ തമ്പുരാനെ എന്ന് എപ്പോഴും അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. അതുകൊണ്ടാണ് നമ്മൾ 5 നേരം നമസ്കരിക്കുന്ന നമസ്കാരത്തിൽ പോലും ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, അല്ലാഹുവേ, നേരായ മാർഗത്തിൽ നീ എന്നെ ചലിപ്പിക്കണമേ, എന്നെ നീ നടത്തണമേ, വഴി നടത്തണമേ എന്നുള്ള പ്രാർത്ഥന എപ്പോഴും ഒരു വിശ്വാസി അവന്റെ നിർബന്ധ ബാധ്യതയായ നമസ്കാരത്തിൽ എന്ന് മാത്രമല്ല, എല്ലാ സന്ദർഭങ്ങളിലും അല്ലാഹുവിനോട് പ്രാർത്ഥിക്കണം. അല്ലാഹുവേ, നീ എന്നെ ഈ സന്മാർഗത്തിൽ ഉറപ്പിച്ച് നിർത്തണമേ എന്ന് നിരന്തരം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം സഹോദരങ്ങൾ. എപ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അനുഗ്രഹമായി നൽകിയ ഈ ഹിദായത്ത് അത് നമ്മിൽ നിന്നും ഊരി മാറ്റപ്പെടുന്നത് എന്ന് ആർക്കും പറയാൻ കഴിയില്ല. മുസ്ലിമായ മാതാപിതാക്കളുടെ മക്കളായി ജനിക്കുന്നു, കാഫിറായി മരിച്ചു പോകുന്നു. നമുക്കറിയാം, കാഫിറായ മാതാപിതാക്കളുടെ മക്കളായി ജനിക്കുന്നു, എന്നിട്ട് അല്ലാഹു ഹിദായത്ത് നൽകി സന്മാർഗത്തിലായി ഒരു പൂർണ്ണ വിശ്വാസിയായി മരണപ്പെടുവാൻ സൗഭാഗ്യം നൽകുന്നു. അതുകൊണ്ട് ഹിദായത്തിലാണ് എന്ന് നമ്മൾ വിശ്വസിക്കുന്ന നമ്മൾ ഓരോരുത്തരും അല്ലാഹുവിനോട് നിരന്തരമായി പ്രാർത്ഥനകളിൽ, ഇബാദത്തുകളിൽ, നമ്മുടെ കൂട്ടായ പ്രാർത്ഥനകളിലും സ്വകാര്യ പ്രാർത്ഥനകളിലും അല്ലാഹുവിനോട് ദുആ ചെയ്തുകൊണ്ടേയിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ അല്ലാഹു ഭൗതിക ജീവിതത്തിൽ നമുക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹം ഹിദായത്താണ്. രണ്ടാമതായി അല്ലാഹു നൽകുന്ന അനുഗ്രഹം
ഒരു മനുഷ്യന് ഭൂമിയിൽ അല്ലാഹു നൽകുന്ന അനുഗ്രഹം, സൗഭാഗ്യം എന്നത് സിഹത്താണ്, ആഫിയത്താണ്. അല്ലേ? നമുക്ക് ഭൗതികമായ ഒരുപാട് അനുഗ്രഹങ്ങൾ അല്ലാഹു തന്നിട്ടുണ്ടെങ്കിലും അതിനെ ആസ്വദിക്കുവാനുള്ള ആരോഗ്യശേഷിയില്ല എങ്കിൽ നമുക്ക് ഈ സൗഭാഗ്യങ്ങളൊന്നും ഗുണപ്പെടുകയില്ല. നമുക്ക് സഞ്ചരിക്കാൻ വാഹനമുണ്ട്, പാർക്കാൻ നല്ല സൗകര്യമായ ആധുനിക സംവിധാനങ്ങളുള്ള ഒരു ഭവനമുണ്ട്, നമുക്ക് കഴിക്കാൻ വേണ്ടുവോളം കഴിക്കാൻ ഭക്ഷണങ്ങളുണ്ട്, അങ്ങനെ എല്ലാ ഭൗതികമായ നിഅമത്തുകളുമുണ്ട്. പക്ഷേ ആരോഗ്യം എന്ന സൗഭാഗ്യം, അനുഗ്രഹം, അത് നഷ്ടപ്പെട്ട് നമ്മൾ നമ്മൾ രോഗികളായി തീരുന്ന ഒരു അവസ്ഥയിൽ ഈ അനുഗ്രഹങ്ങളൊന്നും നമുക്ക് ആസ്വദിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. അല്ലേ? നമുക്ക് സഞ്ചരിക്കാൻ വാഹനമുണ്ട്, പക്ഷെ നമുക്ക് അതിൽ സഞ്ചരിക്കുമ്പോൾ ആ യാത്രയിൽ അനുഭവപ്പെടുന്ന ആനന്ദങ്ങളും ആ ഒരു സൗഖ്യവും ആ ഒരു സുഖവും നമുക്ക് അത് ആസ്വദിക്കാൻ കഴിയില്ല. നമുക്കൊരു വീടുണ്ട്, ആ വീടിൽ പൂർണ്ണമായി AC വെച്ച് ഫിറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷേ നമുക്കതിനകത്ത് കിടക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന്റെ രോഗങ്ങൾ കാരണം നമുക്ക് അതിനെ ആസ്വദിക്കാൻ കഴിയില്ല. അതുപോലെ തന്നെ നമുക്ക് ഭക്ഷണങ്ങളുണ്ട്, വിഭവസമൃദ്ധമായ ഭക്ഷണങ്ങളുണ്ട്, പക്ഷേ നമ്മുടെ രോഗങ്ങൾ കാരണം ചിലപ്പോൾ നമുക്ക് പല ഭക്ഷണങ്ങളും കഴിക്കാൻ പറ്റാതെ വരുന്ന ഒരു സാഹചര്യം. അങ്ങനെ നമുക്ക് അല്ലാഹു നൽകിയ അനുഗ്രഹം, ആരോഗ്യം, ആ ആരോഗ്യം നമുക്ക് പ്രയോജനപ്പെടണമെങ്കിൽ സഹോദരങ്ങളെ, ബഹുമാനികളെ, ആ ആരോഗ്യം നമുക്ക് നഷ്ടപ്പെടുമ്പോഴാണ് നമുക്ക് ആരോഗ്യത്തിന്റെ വില അറിയുന്നത്. അതുകൊണ്ട് തന്നെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് വളരെ ഹ്രസ്വമായ ഒരു ഹദീസിൽ, ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് വളരെ പ്രധാനമായ ഹദീസാണ്. അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൗതിക ജീവിതത്തിൽ ഒരു മനുഷ്യന് നൽകുന്ന ഏറ്റവും വലിയ സൗഭാഗ്യങ്ങളായി അല്ലാഹുവിന്റെ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 5 നിഅമത്തുകളെ കുറിച്ച് എടുത്തു പറയുകയാണ്. ഇന്നത്തെ ഖുതുബയിലെ പ്രതിപാദ്യ വിഷയം അതാണ്. അല്ലാഹുവിന്റെ പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പറയുന്നു, ഇർതനിം ഖംസൻ ഖബ്ല ഖംസിൻ ശബാബക ഖബ്ല ഹറമിക വസിഹതിക ഖബ്ല സഖമിക വഗിനാക ഖബ്ല ഫഖരിക വഫറാക ഖബ്ല ശൂരിക വഹയാതക ഖബ്ല മൗതിക. അല്ലാഹുവിന്റെ പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഈ ഭൗതിക ജീവിതത്തിൽ അല്ലാഹു നിങ്ങൾക്ക് നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹം, ഈ ഒരു മനുഷ്യായുസ്സിൽ അല്ലാഹു നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹമുണ്ട് എന്തെന്നറിയോ? അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, അത് നിങ്ങളുടെ യുവത്വമാണ്. ശബാബക ഖബ്ല ഹറമിക, ശബാബക, നിങ്ങളുടെ യുവത്വത്തിനെ നിങ്ങൾ വേണ്ടവണ്ണം പ്രയോജനം ചെയ്യണം, പ്രയോജനപ്പെടുത്തണം. ഖബ്ല ഹറമിക, നിങ്ങളിലേക്ക് വാർദ്ധക്യം വന്നെത്തുന്നതിന് മുമ്പ്. അല്ലേ? യുവത്വം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ നിർണായകമായ ഒരു ഘട്ടമാണ്, ഒരു ഭ്രാന്തിന്റെ ശാഖയാണ് എന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. ഒരു ഭ്രാന്തിന്റെ ശാഖയാണ്. എത്ര ഉപദേശങ്ങൾ കേട്ടാലും നമുക്ക് അതങ്ങോട്ട് എഫക്റ്റ് ചെയ്യും. കാരണം ആ രക്തത്തിളപ്പ് ഉള്ള ടൈം. അതുകൊണ്ട് തന്നെ അല്ലാഹുവിന്റെ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങളുടെ ആ യുവത്വത്തെ നിങ്ങൾ വേണ്ടവണ്ണം പ്രയോജനപ്പെടുത്തിയില്ല എങ്കിൽ, വാർദ്ധക്യമാകുന്നതിന് മുമ്പ് നിങ്ങളുടെ ആ യുവത്വത്തെ വേണ്ടവണ്ണം പ്രയോജനപ്പെടുത്തിയില്ല എങ്കിൽ ഭാവിയിൽ നീ വിഷമിക്കേണ്ടി വരുന്നതാണ്. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അർശിന്റെ തണൽ കിട്ടുന്ന വിഭാഗത്തിൽ ഒരു വിഭാഗത്തെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിചയപ്പെടുത്തിയത്, അത് യുവത്വത്തെ വേണ്ടവണ്ണം അല്ലാഹുവിന്റെ ത്വഅത്തിലായി, അല്ലാഹുവിന്റെ തൃപ്തിയിലായി ചിലവഴിച്ച യുവാക്കൾക്കാണ് യുവത്വം
വേണ്ടവണ്ണം പ്രയോജനപ്പെടുത്തിയവർക്കാണ് നാളെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അർശിന്റെ തണൽ നൽകുന്നത് എന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, യുവാക്കൾ പ്രത്യേകമായി ശ്രദ്ധിക്കണം. നമ്മുടെ ആരോഗ്യം എപ്പോഴാണ് നമ്മൾ ശയ്യാവലംബികളായി കിടക്കുന്നത് എന്ന് പറയാൻ കഴിയില്ല സഹോദരങ്ങളെ, അല്ലേ? യുവത്വത്തിലെ ആ രക്തത്തിളപ്പ് കാരണം ഒരു ബൈക്കൊക്കെ കിട്ടിയാൽ പോണ പോക്ക്. കഴിഞ്ഞ ദിവസം നമ്മുടെ ബഹുമാനപ്പെട്ട ഉസ്താദ് ഒരു വീഡിയോ കാണിച്ചത്, ഒരു യുവാവ് അങ്ങ് അടിച്ച് വിടുകയാണ്. ഒരു സൈക്കിളുകാരനെ ഇടിച്ച് തെറിപ്പിച്ച് അവസാനം ഒരു വണ്ടിയിൽ ഇടയിൽ ചെന്ന് കയറി. ഇനി അവരുടെ അവസ്ഥ എന്തായിരിക്കും? ഇനി ജീവിതകാലം ഇനി ഉണ്ടെങ്കിൽ, ആയുസുണ്ട് എങ്കിൽ മുഴുവൻ ശയ്യാവലംബിയായി ആരോഗ്യം നഷ്ടപ്പെട്ട് കൈകാലുകൾ ഒടിഞ്ഞ് കിടക്കുന്ന ഒരവസ്ഥ. അതുകൊണ്ട് നമ്മളുടെ യുവത്വം എപ്പോഴും വേണ്ടവണ്ണം പ്രയോജനപ്പെടുത്തിയില്ല എങ്കിൽ അവസാനം നമ്മൾ ഖേദിക്കേണ്ടി വരും. വിവരിക്കാൻ ഒരുപാട് സമയമുണ്ട് ഈ ഹദീസ്. ഞാൻ പെട്ടെന്ന് ഒന്ന് പറഞ്ഞു വിടാം. രണ്ടാമതായി അല്ലാഹുവിന്റെ പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അല്ലാഹു സുബ്ഹാനഹു വ തആല രണ്ടാമതായി ഒരു മനുഷ്യന് നൽകുന്ന അനുഗ്രഹം നിന്റെ ആരോഗ്യമാണ്. യുവത്വം കഴിഞ്ഞാൽ അല്ലാഹു നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹം നിന്റെ ആരോഗ്യമാണ് എന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് തന്നെ നിന്റെ ആരോഗ്യത്തെ നീ എന്ത് ചെയ്യണം? അനാരോഗ്യനാവുന്നതിന് മുമ്പ്, രോഗിയാകുന്നതിന് മുമ്പ് നിന്റെ ആരോഗ്യത്തെ നീ പ്രയോജനപ്പെടുത്തണേ എന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ. അപ്പൊ ഒന്നാമത്തത് എന്താണ്? യുവത്വം. രണ്ടാമത്തത് ആരോഗ്യം, ഭൗതിക ജീവിതത്തിലെ രണ്ടനുഗ്രഹങ്ങൾ. മൂന്നാമതായി അല്ലാഹുവിന്റെ പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, നിനക്ക് അല്ലാഹു ഒരു ടൈം തരും. സമ്പാദ്യങ്ങൾ ഇങ്ങനെ 4 വഴിയിൽ നിന്നും നിന്റെ അക്കൗണ്ടിലേക്ക് വരുന്നൊരു സമയമുണ്ടാകും. എപ്പോഴും അത് നിലനിൽക്കില്ല. ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ അതിന് കൃത്യമായ ഒരു നിശ്ചിതമായ ഒരു കാലപരിധി അല്ലാഹു വെച്ചിട്ടുണ്ട്. ആ കാലപരിധിയിൽ നിനക്ക് എവിടെ നിന്നും അറിയില്ല. നിനക്ക് സമ്പാദ്യം ഇങ്ങനെ നിന്റെ അക്കൗണ്ടിലേക്ക് വന്നുകൊണ്ടിരിക്കും, അല്ലേ? സമ്പത്ത്. ഇടയ്ക്കൊരു സഹോദരൻ പറഞ്ഞു, സാറേ ഈ സമ്പത്ത് ബിസിനസ് ഒക്കെ തുടങ്ങുന്ന സമയത്ത് ആദ്യത്തെ സമയത്ത് കുറെ ഇങ്ങനെ എവിടെ നിന്നൊക്കെ വരുന്നത് തന്നെ നമുക്ക് അറിഞ്ഞൂടാ, അങ്ങ് വരും. പക്ഷെ ഇപ്പൊ ഒരു രക്ഷയില്ല. അതുകൊണ്ട് സമ്പത്ത് നമുക്ക് അല്ലാഹു നൽകുന്ന അനുഗ്രഹമാണ്. അതിനൊരു ടൈമുണ്ട്. ആ സമ്പത്ത് വരുന്നതനുസരിച്ച് അതിനെ പിടിച്ചു നിർത്തി അത് സഹജീവികളായ മനുഷ്യരെ അവരെ സഹായിക്കുവാനും സകാത്തിന്റെ വീതം കൃത്യമായി 2.5% ഒക്കെ സകാത്ത് കൊടുക്കാനും, അതുപോലെ തന്നെ അതിൽ നിന്ന് ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യാൻ നമ്മൾ തയ്യാറായാൽ ഇതൊക്കെ മുതൽ മുടക്കാണ്. ഇതൊക്കെ നമുക്ക് നാളെ പാരത്രിക ജീവിതത്തിലെ മുതൽ മുടക്കാണ്. അപ്പൊ സമ്പത്ത് എന്നത് ഒരു അനുഗ്രഹമാണ്. അതിനെയും നീ സൂക്ഷിക്കണം. നിനക്ക് ദാരിദ്ര്യം വരുന്നതിന് മുമ്പ്. എപ്പോഴാണ് നമുക്ക് ദാരിദ്ര്യം? അല്ലാഹു നമ്മുടെ ജീവിതത്തിന്റെ ആ നല്ല അവസ്ഥകൾ മാറ്റിമറിക്കുന്നത് എപ്പോഴാണെന്ന് പറയാൻ കഴിയില്ല സഹോദരങ്ങളെ, അല്ലേ? നമ്മളിങ്ങനെ കൊടുക്കുന്ന കരങ്ങൾ നാളെ യാചിക്കുന്ന കരങ്ങളായി അല്ലാഹു എപ്പോൾ മാറ്റി വരുന്നു നമുക്ക് പറയാൻ കഴിയില്ല. ഒരു നിമിഷം മതി. നമ്മൾ എന്ത് കണ്ടിട്ടാ അഹങ്കരിക്കുന്നത്? ഒരുപാട് ഫ്ലാറ്റുകളുണ്ട്, അല്ലെങ്കിൽ വാഹനങ്ങളുണ്ട്, അല്ലെങ്കിൽ സമ്പത്തുണ്ട്, റബ്ബർ എസ്റ്റേറ്റ് ഉണ്ട്, ഒരുപാട് സമ്പന്നതയുടെ മടിത്തട്ടിലാണ് ഞാൻ കഴിയുമെന്ന് പറഞ്ഞാലും അല്ലാഹുവിന്റെ പരീക്ഷണം ഒരു നിമിഷം മതി എല്ലാം മാറ്റിമറിക്കാൻ. ഒരു ഇഞ്ചക്ഷന് ലക്ഷക്കണക്കിന് രൂപയാണ് ഓരോ രോഗികൾ എടുക്കുന്ന. ക്യാൻസറുമായി ബന്ധപ്പെട്ട വലിയ രോഗങ്ങൾ ഇന്ന് ആധുനിക ശാസ്ത്രം വരെ അന്താളിച്ച് നിൽക്കുകയാണ്. ഒരു ഇഞ്ചക്ഷന് പോലും ലക്ഷക്കണക്കിന് രൂപയാണ്. നമ്മൾ ശ്വസിക്കുന്ന ശ്വാസം വരെ ഒരു ഓക്സിജൻ, എന്തെങ്കിലും അസുഖം വന്ന് ഓക്സിജൻ സിലിണ്ടർ, അതും 25,000, 30,000, 40,000 രൂപയാണ്. ഒരു രോഗിയെ ഞാൻ ഇടയ്ക്ക് കാണാൻ പോയപ്പോൾ ഒരു ഗ്യാസ് സിലിണ്ടർ കൊണ്ടുവച്ചിരിക്കുകയാണ്, ഈ ഓക്സിജൻ. അപ്പോൾ ഒരാഴ്ചയിൽ ഒരിക്കൽ സാധനം ഇത് മാറ്റണമെങ്കിൽ 7 ദിവസം നീക്കി 25,000 രൂപയോളം ആ ഗ്യാസ് സിലിണ്ടർ വേണം. അപ്പൊ നമ്മൾ മനസ്സിലാക്കിയ സഹോദരങ്ങളെ, അല്ലാഹു നൽകുന്ന സമ്പത്തിൽ എന്ത് കണ്ട് അഹങ്കരിക്കാൻ, എന്ത് കണ്ടിട്ടാണ്, അല്ലേ?
നമ്മൾ ഓരോ മനുഷ്യരുടെ ജീവിത ചരിത്രങ്ങൾ പഠിക്കുമ്പോൾ നമ്മൾ അത്ഭുതപ്പെടുത്തുകയാണ്. കാരണം എന്ന് പറഞ്ഞാൽ ആ രീതിയിലാണ് എത്രയോ നല്ല സമ്പന്നതയുടെ മടിത്തട്ടിൽ ജീവിച്ചിരുന്നവർ നിമിഷ നേരം കൊണ്ട് തന്നെ പാപ്പരായി പോകുന്ന ഒരവസ്ഥ, യാചിക്കുന്ന ഒരവസ്ഥ. 2 നാൾ ദിനം കൊണ്ട് ഒരുത്തനെ തല്ലിലേറ്റി നടത്തുന്നതും ഭവാൻ എന്ന് പറഞ്ഞൊരു കവിത ഉണ്ടല്ലോ. അപ്പോ മാളികപ്പുറത്ത് ഇരിക്കുന്ന മല്ലന്റെ മുകളിൽ മാറാപ്പേറ്റുന്നതും ഭവാൻ എന്ന് പറഞ്ഞത് പോലെ എപ്പോഴാണ് ഒരു മനുഷ്യന്റെ ജീവിത രീതികൾ മാറി മാറി വരുന്നതെന്ന് പറയാൻ കഴിയില്ല. അതുകൊണ്ട് നമുക്ക് സമ്പത്ത് ഉള്ളത് അത് അല്ലാഹുവിന്റെ അനുഗ്രഹമാണ്. കൃത്യമായി അതിന്റെ പ്രസന്റ് നോക്കി സദഖ സക്കാത്ത് കൊടുക്കുക, പാവങ്ങളെ സഹായിക്കുക. നാളെ ചിലപ്പോ എന്റെ അവസ്ഥ എന്താണെന്ന് അറിയില്ല എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മളത് ചെയ്യണം. അപ്പോൾ അല്ലാഹു തആല നമുക്ക് നൽകിയ സമ്പത്ത് അല്ലാഹു നിലനിർത്തി തരും സഹോദരങ്ങളെ, ബഹുമാനിക്കണം. അപ്പോ 3 അനുഗ്രഹങ്ങളാണ്. ഒന്ന്, അല്ലാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളിൽ 1 യുവത്വം, 2 ആരോഗ്യം, 3 സമ്പത്ത്. അത് ദാരിദ്ര്യം വരുന്നതിന് മുമ്പ് ആ സമ്പത്തിനെ നിങ്ങൾ പ്രയോജനപ്പെടുത്തണമെന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പറയുകയാണ്. വഫറാഅക ഖബ്ല ശുഗ്ലിക. അതുപോലെ തന്നെ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിനക്ക് ഒഴിവായി കിട്ടുന്ന സമയങ്ങൾ നീ അതിനെ പ്രയോജനപ്പെടുത്തണം കേട്ടോ. നമുക്ക് ഔദ്യോഗികമായ നമ്മുടെ ജോലി തിരക്കുകളൊക്കെ മാറി നമ്മളൊന്ന് അനൗദ്യോഗികമായ അവസ്ഥയിൽ ഇരിക്കുന്ന സമയം, ഉദാഹരണം നമുക്ക് ജോലിയും തിരക്കുകളൊക്കെ ഉണ്ടാവും. എന്നിട്ട് നമ്മളൊന്ന് ഫ്രീ ആയി കിട്ടുന്ന സമയങ്ങളുണ്ടല്ലോ, ഒരിക്കലും നമ്മൾ എന്റർടൈൻ അല്ലെങ്കിൽ ഇന്ന് ഫ്രീ ആണല്ലോ 2 മണിക്കൂർ, അപ്പോൾ തിയേറ്ററിൽ പോയി ഒരു സിനിമയൊക്കെ കണ്ടുവരാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിനോദങ്ങളിൽ ഏർപ്പെടും. വിനോദം ഒക്കെ അനുവദനീയമായ രീതിയിൽ ഇസ്ലാമിക ആ ഒരു കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് അനുവദനീയമാണ്. പക്ഷേ നമ്മൾ അതിനെയൊക്കെ അനിസ്ലാമികമായി അല്ലെങ്കിൽ അല്ലാഹുവിന്റെ ശാപകോപങ്ങൾക്ക് പാത്രമാകുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളിൽ നിന്നൊക്കെ വിട്ട് നമുക്ക് കിട്ടുന്ന സമയങ്ങൾ, ഒഴിവായി കിട്ടുന്ന സമയങ്ങൾ അള്ളാഹുവിന്റെ തോട്ടത്തിലായി അള്ളാഹുവിന് വഴിപ്പെടുന്നത്, അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി നാം വിനിയോഗിക്കുന്നു. കഴിവിന്റെ പരമാവധി പ്രായങ്ങളൊക്കെ ചെന്നവർ പള്ളിയുമായി കൂടുതൽ അടുക്കുവാൻ നമ്മൾ പരിശ്രമിക്കണം. അതുപോലെ യുവാക്കളെ അവരും അവരുടെ ആ യുവത്വം ആ സമയമൊക്കെ പാഴാക്കി കളയാതെ അള്ളാഹുവുമായിട്ട് അടുക്കാൻ വേണ്ടി പരിശ്രമിക്കണമെന്ന് അള്ളാഹുവിന്റെ പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. 5ാമതായി അവിടുന്ന് പറഞ്ഞത് വഹയാതക ഖബ്ല മൗതിക. നിന്റെ ജീവിതത്തെ നീ പ്രയോജനപ്പെടുത്തണം. മരണം ആസന്നമാകുന്നതിന് മുമ്പ്, മരണം നിന്നിലേക്ക് വലയുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ വല്ലാഹു ഖബീറും ബിമാ തഅമലൂൻ. മരണം നിന്നിലേക്ക് വരുമ്പോൾ നീ ഇങ്ങനെ കാലിട്ടടിച്ചിട്ട് അല്ലാഹുവേ എനിക്ക് ഒരു അല്പം സമയം നീ പിന്തിക്കണമേ എന്ന് പറയുന്ന ആ സാഹചര്യം നിന്നിലേക്ക് വരുന്നതിന് മുമ്പ് നിന്റെ ജീവിതത്തെ നീ പ്രയോജനപ്പെടുത്തണമെന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അപ്പോൾ ഭൗതിക ജീവിതത്തിലെ 5 അനുഗ്രഹങ്ങൾ, ഒന്നെന്താണ്? 1 യുവത്വം, 2 ആരോഗ്യം, 3 നിന്റെ സമ്പത്ത്, 4 നിനക്ക് ഒഴിവായി കിട്ടുന്ന സമയങ്ങൾ, അതുപോലെ തന്നെ നിന്റെ ജീവിതം. ഇതിനെ കൃത്യമായി വേണ്ടവണ്ണം പ്രയോജനപ്പെടുത്തുന്ന ബുദ്ധിമാന്മാർ അവരുടെ ഈ ജീവിതത്തിലും മരണാനന്തര ജീവിതത്തിലും അവർക്ക് വിജയിക്കാൻ കഴിയും. ഈ 5 അനുഗ്രഹങ്ങളെ ഏതൊരുവൻ പാഴാക്കിയോ അവനായിരിക്കും ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയും പ്രയാസങ്ങളും നേരിടുന്നത്. അല്ലേ? ആരോഗ്യമുള്ള സമയത്തൊക്കെ അടിച്ച് പൊളിച്ച് 2 കുപ്പി 3 കുപ്പിയൊക്കെ അടിച്ച് ജീവിതം മുഴുവൻ അങ്ങ് ഉല്ലാസിച്ച് അവസാനം രോഗിയായി അവസാനം പള്ളികളിലൊക്കെ ഇങ്ങനെ വിരിച്ച് യാചിക്കുന്നവരെ കണ്ടിട്ടില്ലേ? നിങ്ങൾ യാചിച്ച് നടക്കുന്ന അവരുടെ ഒരു ഹിസ്റ്ററി കുറച്ച് നിങ്ങൾ പഠിച്ചു. ഏകദേശം ഒരു 50-60% തോന്നിവാസികളായി ജീവിച്ച് അള്ളാഹു നൽകിയ ആരോഗ്യത്തെ, അള്ളാഹു നൽകിയ സൗഭാഗ്യങ്ങളെ, ഈ 5 അനുഗ്രഹങ്ങളെയും പാഴാക്കിയവനായിരിക്കും അവസാനം വ്യാജനയുടെ പാത്രവുമായി ഇങ്ങനെ നടക്കുന്നത്. നിങ്ങൾ നോക്കി, ഏതൊരാളെ പഠിച്ചു നോക്കി. എല്ലാവരെയും ഞാൻ പറയുന്നില്ല, പക്ഷെ അർഹരായ ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. നല്ലവണ്ണമൊക്കെ ജീവിച്ച് പിന്നെ അള്ളാഹുവിന്റെ പരീക്ഷണങ്ങൾ വന്നു പെട്ടുകൊണ്ട് ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നു. അല്ലാത്തവരെ നിങ്ങൾ നോക്കൂ, ഈ 5 അനുഗ്രഹങ്ങളെയും പാഴാക്കിയവരായിരിക്കും ദുനിയാവിൽ ഏറ്റവും കൂടുതൽ പ്രയാസങ്ങളും ദുരിതങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുന്നു. അതുകൊണ്ട് തന്നെ അല്ലാഹുവിന്റെ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ പറഞ്ഞ ഈ അനുഗ്രഹങ്ങൾ നമ്മൾ വേണ്ടവണ്ണം പ്രയോജനപ്പെടുത്തുക. പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ വിശുദ്ധ ഖുർആനിൽ നമുക്ക് അള്ളാഹു വരച്ചു കാട്ടി തരുന്നുണ്ട്.
അതിൽ ഏകദേശം 25ഓളം പ്രവാചകന്മാരുടെ ചരിത്രം വിശുദ്ധ ഖുർആനിൽ പരാമർശിക്കുന്നുണ്ട്, പേരുകൾ പരാമർശിക്കുന്നുണ്ട്. അതിൽ വളരെ കുറച്ച് നബിമാരുടെ ചരിത്രങ്ങൾ വളരെ ഹ്രസ്വമായി ചുരുക്കി അള്ളാഹു പല സ്ഥലങ്ങളിലായി പല അധ്യായങ്ങളിലായി അള്ളാഹു പറയുന്നു. സഹോദരങ്ങളെ, ബഹുമാനികളെ, നാം മനസ്സിലാക്കേണ്ടത് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ ഒരു രംഗം വിശുദ്ധ ഖുർആൻ അള്ളാഹു വ്യക്തമാക്കുന്നു. അവിടുത്തെ ജീവിതവും മരണവും ഒക്കെ ജീവിതത്തിന് വേണ്ടി പൂർണ്ണമായി അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി സമർപ്പിച്ചിട്ട് ആ മഹാനായ ഹദ്റത്ത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ചെയ്യുന്ന ഒരു പ്രാർത്ഥന വിശുദ്ധ ഖുർആനിൽ പറയുകയാണ്. വിശുദ്ധ ഖുർആനിലെ സൂറത്ത് ശുഅറ 26-ാമത്തെ അധ്യായം, അതിൽ തനിക്ക് ലഭിച്ച അനുഗ്രഹങ്ങളൊക്കെ എടുത്തു പറഞ്ഞുകൊണ്ട് ഒരുപാട് പ്രവാചകന്മാർ അവർക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു, ദുആ ചെയ്യുന്നു, അള്ളാഹുവിന് ശുക്ർ ചെയ്യുന്ന രംഗങ്ങളൊക്കെ വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയും. ഉലുൽ അസ്മുകളായ 5 പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ അതും നമുക്ക് പല ഭാഗങ്ങളിൽ നിന്ന് ഖുർആനിൽ കാണാൻ കഴിയും. ഹദ്റത്ത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം സൂറത്ത് ശുഅറയിൽ നമുക്ക് കാണാൻ കഴിയും. അവിടെ അള്ളാഹുവിനോട് പറയുന്നു, അള്ളാഹു ചെയ്ത അനുഗ്രഹങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പറയുന്നതായി ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. വിശുദ്ധ ഖുർആൻ 26-ാമത്തെ സൂറത്ത് ശുഅറ നോക്കുക. അള്ളാഹു നമുക്ക് പറഞ്ഞു തരികയാണ്. ഹദ്റത്ത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറയുകയാണ്, അല്ലദീ ഖലഖനീ ഫഹുവ യഹ്ദീൻ വല്ലദീ ഹുവ യുത്ഇമുനീ വയസ്ഖീൻ വഇദാ മരിദ്തു ഫഹുവ യശ്ഫീൻ വല്ലദീ അത്അമു അൻ യഗ്ഫിർ ലീ ഖതീഅതി യൗമദ്ദീൻ റബ്ബി ഹബ് ലീ ഹുക്മൻ വഅൽഹിഖ്നീ ബിസ്സാലിഹീൻ വജ്അൽനീ ലിസാന സിദ്ഖിൻ ഫിൽ ആഖിരീൻ. മഹാനായ ഹദ്റത്ത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് പറയുന്നു, അല്ലദീ ഖലഖനീ ഫഹുവ യഹ്ദീൻ. അല്ലാഹുവേ, നീയാണ് എന്നെ സൃഷ്ടിച്ചത്, നീയാണ് എന്നെ സൃഷ്ടിച്ചത്. മാത്രവുമല്ല ഫഹുവ യഹ്ദീൻ, നീയാണ് എനിക്ക് സന്മാനം നൽകുന്നത്, കാട്ടിത്തന്നത്. അല്ലേ? അപ്പൊ അള്ളാഹു നൽകിയത് ഏറ്റവും വലിയ അനുഗ്രഹം ഞാൻ പറഞ്ഞു, ഹിദായത്ത്. അതാണ് മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഈ ആയത്തിലൂടെ അള്ളാഹുവിനോട് സമർത്ഥിക്കുകയാണ്. സഹോദരങ്ങളെ, ബഹുമാനികളെ, ബക്കറ്റിൽ നിങ്ങൾ കാര്യമായിട്ട് സ്വതക്കകൾ ഇടുക. കാരണം നിങ്ങളിൽ നിന്നുള്ള സ്വതക്കയൊക്കെയാണ് നമ്മുടെ ഈ പള്ളിയുടെ സംവിധാനങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് ഒരിക്കലും അതൊരു നഷ്ടമല്ല. നിങ്ങളെ കയ്യിലുള്ള ആത്മാർത്ഥമായി അതിനകത്ത് ഇടണം. കാരണം എന്ന് പറഞ്ഞാൽ വെള്ളിയാഴ്ച ദിവസം പ്രത്യേകമായി സ്വതക്ക നൽകുന്നത് പ്രത്യേകമായ സുന്നത്താണ്. പ്രത്യേകം നമ്മൾ സ്വതക്കകൾ ചെയ്യാൻ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ അത് വെള്ളിയാഴ്ച ദിവസമാക്കണം. പ്രത്യേക സുന്നത്താണ്. പള്ളിയിലേക്ക് വരുമ്പോൾ ഒരു ചെറിയ കാശെങ്കിലും ഒരു പോക്കറ്റ് വെച്ചിരിക്കും. ഒരു 10 രൂപയ്ക്ക് നിസ്സാരം, ഒരു 10 രൂപയ്ക്ക് ചിലപ്പോൾ അവിടെ വരുന്ന ആരെങ്കിലും ഉണ്ട്, അവർക്ക് കൊടുക്കാനും പള്ളിയിലിടാനും ഒക്കെ ആയിട്ട് അതൊരു പുണ്യകർമ്മമാണ്, ഒരു ഇബാദത്താണ്. അതുകൊണ്ട് എല്ലാവരും ഇൻഷാ അല്ലാഹ് നിങ്ങൾ അതിനകത്ത് നിക്ഷേപിക്കും. കാരണം പള്ളിയുടെ കാര്യങ്ങളൊക്കെ നടന്നു പോകുമ്പോൾ ഓരോരുത്തരും നമസ്കരിക്കുന്ന അവർ ചെയ്യുന്ന ഇബാദത്തിന്റെ പ്രതിഫലം ഒക്കെ നിങ്ങൾക്ക് കിട്ടും. അൽഹംദുലില്ലാഹ്, നിങ്ങളുടെ സഹകരണം കൊണ്ടൊക്കെ തന്നെയാണ് ഈ പള്ളിയും ഇതുപോലെയുള്ള പള്ളികളൊക്കെ നടന്നു പോകുന്നത്. അതുകൊണ്ട് എല്ലാവരും കഴിവിന്റെ പരമാവധി സഹകരിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സമ്പത്തുള്ള ഒരവസ്ഥയുണ്ട്, ചിലപ്പോൾ ദാരിദ്ര്യം വരും. ചിലപ്പോൾ ദാരിദ്ര്യത്തിൽ നിന്നും കാത്തുരക്ഷിക്കുവാൻ ഈ സ്വതക്കകള് കാരണമാകും. അതുകൊണ്ട് എല്ലാവരും ആത്മാർത്ഥമായി സ്വതക്ക നൽകി. അപ്പൊ ഇബ്രാഹിം നബി അലൈഹി സ്വലാം, അല്ലാഹുവേ, നീ എന്നെ സൃഷ്ടിച്ചു, മാത്രവുമല്ല എനിക്ക് നീ ഹിദായത്ത് നൽകി. അല്ലേ? ഒന്നാമത്തെ അനുഗ്രഹം ഹിദായത്ത്. നേരത്തെ ഞാൻ പറഞ്ഞു. അതുകൊണ്ട് ഈ ഹിദായത്തിന്റെ വെള്ളി വെളിച്ചം അല്ലാഹു നമുക്ക് നൽകി. അതിനെ നശിപ്പിക്കാതെ നാം അതിനെ കാത്തു സൂക്ഷിക്കണം. സഹോദരങ്ങളെ, ഇത് വിശദീകരിക്കാൻ ഒരുപാടുണ്ട്, ഞാൻ വളരെ ചുരുക്കി പറയാം. ഇബ്രാഹിം നബി അലൈഹി സ്വലാം വീണ്ടും പറയുന്നു, വല്ലദീ ഹുവ യുത്ഇമുനീ വയസ്ഖീൻ. അല്ലാഹുവേ, നീ എനിക്ക് ഭക്ഷണം നൽകുന്നു. അല്ലാഹുവേ, നീ എനിക്ക് പാനം നൽകുന്നു. നീ എന്നെ ഭക്ഷിപ്പിക്കുന്നവനും എന്നെ കുളിപ്പിക്കുന്നവനും ഒക്കെ അല്ലാഹുവേ നീയാണ്. വൈദാ മരിദതു ഫഹുവ യശ്ഫീൻ. അല്ലാഹുവേ, എനിക്ക് ആരോഗ്യം നൽകി, എന്നിട്ട് നീ എനിക്ക് രോഗം നൽകി. ആ രോഗത്തിന് ശിഫാ നൽകുന്നത് പടച്ചവനെ നീയാണ്.
അല്ലേ? അപ്പൊ ആരോഗ്യമുള്ള സമയത്തും അനാരോഗ്യനാവുന്ന അവസ്ഥയിലും സമ്പത്തുള്ള സമയത്തും സമ്പത്ത് നഷ്ടപ്പെടുന്ന സമയത്തും ഒക്കെ അള്ളാഹുവിന് വഴിപ്പെടണം എന്നുള്ളതാണ്. ആരോഗ്യം തരുന്നവനല്ല, രോഗം തരുന്നവനല്ല, ശിഫ നൽകുന്നതല്ല. അതാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞത്, വൈദാ മരിദതു ഫഹുവ യശ്ഫീൻ. അല്ലാഹുവേ, എനിക്ക് രോഗം തരുന്നവൻ നീയാണ്, അതിന് ശിഫ നൽകുന്നത് നീയാണ്. വല്ലദീ യുമീതുനി സുമ്മ യുഹീൻ. അല്ലാഹുവേ, എന്നെ മരിപ്പിക്കുകയും അനന്തരം മരണാനന്തരം എന്നെ പുനർജീവിപ്പിക്കുകയും ചെയ്യുന്നവൻ നീയാണ്. നിന്നിലാണ് റബ്ബേ. വല്ലദീ അത്അമു അയ്യഗ്ഫിർ ലിഖതീഅതി യൗമദ്ദീൻ. അല്ലാഹുവേ, നിന്നിലാണ് എല്ലാ പ്രതീക്ഷയും. നിന്റെ പാപങ്ങളും നിന്റെ തിന്മകളും ഒക്കെ പുറത്തു തരുമെന്നുള്ള പ്രതീക്ഷ വയ്ക്കുന്നത് അല്ലാഹുവേ നിന്നിലാണ്. അതെപ്പോഴും ഉണ്ടാവുന്ന സഹോദരങ്ങളെ, നമ്മുടെ പാപങ്ങൾ പൊറുക്കുന്നവൻ അല്ലാഹുവാണ്. അല്ലാതെ വല്ല ഔലിയാക്കന്മാരോ അമ്പിയാക്കന്മാരോ ജാറകളിലൊക്കെ പോയി ഓരോ വീഡിയോ ക്ലിപ്പുകളെ കാണുമ്പോൾ നമ്മൾ അത്ഭുതപ്പെടുത്തുകയാണ്. അല്ലാഹുവേ, മഹാന്മാരുടെ ഖബറിലൊക്കെ പോയി നിന്നിട്ട്, മക്കാമുകളിലൊക്കെ പോയി നിന്നിട്ട് പ്രാർത്ഥിക്കുന്നത് ആ ഔലിയാരുടെ അടുത്ത് എൻ്റെ പാവങ്ങൾ പുറത്തു തരണേ, ഇവിടെ കിടക്കുന്ന ഔലിയ ഉപ്പ എൻ്റെ പാവങ്ങൾ പുറത്തു തരണേ എന്നൊക്കെ പ്രാർത്ഥിക്കുന്ന ആ ഒരു രീതിയിലേക്കാണ് സമുദായം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ പാവങ്ങളൊക്കെ പുറത്തു തരുന്നവൻ അല്ലാഹുവാണ്. നമ്മുടെ ആരാധനകളൊക്കെ അല്ലാഹുവിനാണ്. നമ്മുടെ കാര്യങ്ങളെല്ലാം നടത്തുന്നവൻ റബ്ബാണ്. നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു തരുന്നവൻ അല്ലാഹുവാണ് എന്നുള്ള ഈമാൻ, തൗഹീദ് നമുക്കുണ്ടായിരിക്കണം. ഇവിടെയാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം അല്ലാഹുവേ, എൻ്റെ പാപങ്ങളൊക്കെ പുറത്തു തരുമെന്ന് പ്രതീക്ഷ വെക്കുന്നത് നിന്നിലാണ് റബ്ബേ എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറയുകയാണ്. അതുപോലെ തന്നെ റബ്ബി ഹബിലി ഹുക്മൻ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ. അല്ലാഹുവേ, എനിക്ക് നീ ഇൽമു തരണമേ. അതുമാത്രവുമല്ല റബ്ബേ, എന്നെ നീ സ്വാലിഹീങ്ങളിൽ സജ്ജനങ്ങളിൽ ഉൾപ്പെടുത്തണമേ. ഇവിടെ ആരാണ് സജ്ജനം സഹോദരൻ? വലിയ ചോദ്യചിഹ്നമാണ്. ആരാണ് സജ്ജനം? വലിയ താടിയൊക്കെ വെച്ച് തൊപ്പിയൊക്കെ വെച്ച് ഇങ്ങനെ എപ്പോഴും സുജൂദി കിടന്ന സജ്ജനാവോ? എപ്പോഴും നോക്കുമ്പോൾ എത്തിക്കാക്കും, എപ്പോഴും ഖുർആനോ ദിക്റോ അത് എന്നുള്ള സജ്ജനങ്ങളാവും. സജ്ജനം എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ് ഇസ്ലാം. സജ്ജനം എന്ന് പറഞ്ഞാൽ അള്ളാഹു നിരോധിച്ച കാര്യങ്ങളിൽ നിന്നും വിട്ടു നിൽക്കുകയും അള്ളാഹു നിർബന്ധമാക്കിയ കാര്യങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അവരാണ് സജ്ജനം. എന്താണ്? അള്ളാഹു നിർബന്ധമാക്കിയ 5 വക്ത് നിസ്കാരമുള്ള കാര്യങ്ങൾ ചെയ്യുക, അള്ളാഹു ഹറാമാക്കിയ ചൂതാട്ടം, അതുപോലെ തന്നെ മദ്യപാനം, ഇങ്ങനെയുള്ള സർവ്വ പലിശയുമായി ബന്ധപ്പെട്ട എല്ലാ തിന്മകളിൽ നിന്നും മാറിക്കാവരുത് സജ്ജനങ്ങളാണ്. അള്ളാഹു അങ്ങനെയുള്ള സജ്ജനങ്ങളുടെ ആ കൂട്ടത്തിൽ നമ്മളെല്ലാ സജ്ജനങ്ങളെന്ന് വിചാരിക്കുന്നവര് തൊപ്പിയും താടിയൊക്കെ വെച്ചുകൊണ്ട് നമ്മളെല്ലാം സജ്ജനായി ഒരു സ്വർഗം ടിക്കറ്റ് ഓക്കെ ആക്കി വെച്ചിരിക്കുന്നവർ. ഒരാളെ അടുത്ത് ഇങ്ങനെ സംസാരിക്കുകയാണ്, ഉസ്താദേ ഞാൻ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, എനിക്ക് സ്വർഗം ഉറപ്പ് തന്നെന്നാണ് ഒരാൾ സംസാരിച്ചപ്പോൾ പറയും. എനിക്ക് ഉറപ്പ് തന്നെ, കാരണം ഒരുപാട് ഞാൻ പള്ളി വെച്ച് കൊടുത്തിട്ടുണ്ട്, അത് ചെയ്തിട്ടുണ്ട്, ഇത് ചെയ്തിട്ടുണ്ട്, ഉറപ്പിച്ചു കഴിഞ്ഞു. സ്വഹാബാക്കൾ ഒരു ഭയപ്പെട്ടു, അല്ലാഹുവേ പടച്ചവനെ, അവർ വരെ കരഞ്ഞിരുന്നു, രാത്രി കാലങ്ങളിൽ കരഞ്ഞു. അതുകൊണ്ട് സജ്ജനം എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിക്കുക, അള്ളാഹു നിരോധിച്ച കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക, ഇത്രയേ ഉള്ളൂ. നിങ്ങളെല്ലാം സജ്ജനങ്ങളാണ്, നമ്മളെല്ലാം സജ്ജനങ്ങളാണ്. അള്ളാഹു തആല ആ സ്വാലിഹീങ്ങളിൽ അള്ളാഹു നാം എവരെയും അള്ളാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. അതുപോലെ തന്നെ ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറയുന്നു, വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാം, അള്ളാഹുവേ, എൻ്റെ പിൻഗാമികളിൽ എന്നെക്കുറിച്ച് നല്ലത് പറയുന്ന ഒരു തലമുറയെ നീ സൃഷ്ടിക്കണമേ. നമ്മൾ പ്രാർത്ഥിക്കണം, നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം നല്ല മനുഷ്യനായിരുന്നു, അള്ളാഹു ആരെ ഉപദ്രവിക്കാത്ത ഒരു പാവം നല്ല മനുഷ്യൻ എന്ന് പറയുന്നത് പോലും നമ്മുടെ പാവങ്ങൾ പുറത്തു കിട്ടാനും സ്വർഗം ലഭിക്കാനും കാരണമാകും. ചിലരിൽ അവൻ മരിച്ചത് തന്നെ വളരെ ഹൈർ, അവനെ കിടന്ന നാട്ടിലും തിന്മ, സമൂഹത്തിനും തിന്മ, സമുദായത്തിനും തിന്മ, അവനെ കൊണ്ട് ആകെ ബുദ്ധിമുട്ടി എന്ന് പറയുന്ന എത്രയോ ആൾക്കാരുണ്ട്. അതുകൊണ്ട് നമ്മൾ മരിച്ചാൽ അൽഹംദുലില്ലാഹ് അദ്ദേഹം നല്ല മനുഷ്യനായിരുന്നു എന്ന് പറയുന്നത് പോലും ദിക്റായി നമുക്ക് പാപമോചനം, പാപങ്ങൾ പുറത്തു തരാൻ അത് കാരണമാകും. അതുകൊണ്ട് നമ്മളെപ്പോഴും അള്ളാഹുവിനോട് ദുആ ചെയ്യണം, അള്ളാഹുവേ, ഞാൻ മരിച്ചാലും എന്നെക്കുറിച്ച് നല്ലത് പറയുന്ന ആൾക്കാരായിരിക്കണേ എന്നുള്ള പ്രാർത്ഥനയുണ്ടാവണം. പ്രാർത്ഥന മാത്രം പോലെ പ്രവർത്തനം കൂടെ വേണം. പ്രവർത്തനം കൂടെ ഉണ്ടെങ്കിലല്ലേ പ്രാർത്ഥന കിട്ടുള്ളൂ. അതുകൊണ്ട് ഈ വിഭാഗത്തിൽ പെടാൻ വേണ്ടി നമ്മൾ എല്ലാവരും പരിശ്രമിക്കണമെന്ന് നിങ്ങളെ സന്ദർഭികമായി ഉപദേശിച്ചുകൊണ്ട് ഉദ്ബോധിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ ഒരുമിച്ച് കൂടലിനെ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ അല്ലാഹു നാം ഏവരെയും അല്ലാഹു ഇപ്രകാരം ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും സംഭവിച്ചു പോയി ചെറുതും വലുതുമായ പാപങ്ങളെ അല്ലാഹുവേ നീ പുറത്തു മാപ്പാക്കി തരണേ അല്ലാഹ്. ശിഷ്ട ജീവിതം നിന്റെ തൃപ്തിയിലായി പൊരുത്തത്തിലായി ജീവിച്ചു മരിക്കാൻ തൗഫീഖ് നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ,
നമ്മളെപ്പോലെ ഒരുപാട് പ്രയാസങ്ങൾ ലഭിക്കുന്ന ലോകത്തിന്റെ നാനാഭാഗങ്ങളിലൂടെ നമ്മുടെ സഹോദരങ്ങൾ അല്ലാഹുവേ അവർക്ക് നീ നിർഭയത്വം നൽകണേ അല്ലാഹ്. വിശിഷ്യ അല്ലാഹുവേ ഫലസ്തീന്റെ മക്കൾ, ഗസയുടെ മക്കൾ അല്ലാഹുവേ അവർക്ക് നീ നിർഭയത്വവും സമാധാനവും നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ പടച്ചവനെ ഞങ്ങളെ എല്ലാം നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നീ ഒരുമിച്ച് കൂട്ടണേ തമ്പുരാനെ. ഏത് സന്ദർഭത്തിൽ മരിച്ചാലും വിശുദ്ധ കലിമ ചൊല്ലി പൂർണ്ണ മുഅ്മിനായി സ്വർഗീയ അവകാശികൾ ഉൾപ്പെട്ടവരുടെ